കേരളത്തിലെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ വികസന വിപ്ലവത്തിൻ്റെ നല്ല കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങൾ പ്രതിജ്ഞയെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകിയ സൂചനയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഏറ്റവും മിടുക്കരായ, ശക്തരായ സ്ഥാനാർത്ഥികളുടെ ഒരു വ്യൂഹത്തെയാണ് കേരളത്തെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 140 നിയോജക മണ്ഡലങ്ങളിലും ആത്മവിശ്വാസത്തോടുകൂടി UDF ജയിച്ചു വരും എന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വികസനത്തിൻ്റെ പവർ കട്ടാണ്. ആ പവർ കട്ടിനെ പരിഹരിക്കുക എന്ന ഉത്തരവാദിത്തം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിക്കുന്ന ധൈര്യം. കോഴിക്കോട് നിയോജകമണ്ഡലത്തിൽ, സൗത്ത് നിയോജകമണ്ഡലത്തിൽ UDFൻ്റെ പ്രതിനിധിയായി ഈ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ നഗരത്തിൻ്റെ പ്രതിനിധിയായി, UDFൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുകയാണ്. ആമുഖമായി ഈ സമ്മേളനത്തിനെത്തിയിരിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട്, വോട്ടർമാരോട് ഏണി അടയാളത്തിൽ ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പ്രയത്നത്തിന് നിങ്ങളുടെ ഹൃദയം തൊട്ടുള്ള പിന്തുണയുണ്ടാകണം എന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവർ വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നിങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെ കൈപ്പത്തി അടയാളത്തിലും ഏണി അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി അവരെ ജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കണേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്നതിന് ഇവിടുത്തെ ജനങ്ങൾ സാക്ഷിയാണ്. ജനവിരുദ്ധമായ ഒരു ഭരണകൂടത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള സുവർണാവസരം വിനിയോഗിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ നാട്ടിലെ സർവ്വ മേഖലയിലുമുള്ള ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗമായ ആശാവർക്കർമാർ, അവർ പ്രതിഷേധത്തിലാണ്. അംഗനവാടി ഹെൽപ്പർമാർ, അവർ പ്രതിഷേധത്തിലാണ്. ചുമട്ട് തൊഴിലാളികൾ, അവർ പ്രതിഷേധത്തിലാണ്. സമൂഹത്തിൻ്റെ സർവ്വ മണ്ഡലങ്ങളിലുമുള്ള മനുഷ്യർ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോകുന്നു എന്ന പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. നമ്മളിപ്പോൾ ഈ സമ്മേളനം നടത്തുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ സുപ്രധാനമായ ഒരു പട്ടണമാണ്. കേരളത്തിലെ 3 നഗരങ്ങൾ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരം, വാണിജ്യ നഗരമെന്ന നിലയിൽ എറണാകുളം, കോഴിക്കോട് കേരളത്തിൽ ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ദ്രുതഗതിയിൽ വളരുന്ന ഒരു പട്ടണത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഈ നഗരത്തിന് വർത്തമാനകാല പ്രസക്തി മാത്രമല്ല, ഈ നഗരത്തിന് ഇന്നലകളുടെ ചരിത്രത്തിലെ ഏടുകളിലും പ്രാധാന്യമുണ്ട്. ഈ അറബിക്കടലിൻ്റെ അലമാലകൾക്ക് ആ ചരിത്രത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കാനുണ്ട്. ഈ തീരം, ഈ നഗരം സ്നേഹത്തിൻ്റെ നഗരമാണ്.
ഈ നഗരം സത്യത്തിൻ്റെ നഗരമാണ്. ഈ നഗരം ആതിഥ്യത്തിൻ്റെ നഗരമാണ്. ഈ നഗരം രുചിയുടെ നഗരമാണ്. ഈ നഗരത്തിന് പറയാനുള്ളത് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പാരസ്പര്യത്തിൻ്റെ കഥകളാണ്. നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാർട്ടിയുടെ നേതൃത്വം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഐക്യജനാധിപത്യ മുന്നണി കോഴിക്കോട്ട് വന്നിറങ്ങാൻ പറഞ്ഞപ്പോൾ വിശുദ്ധ റമദാന്റെ അവസാനത്തെ രാത്രിയിലാണ് നമ്മൾ നിസ്കാരത്തിലേക്ക്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുസല്ല വിരിക്കാൻ ഇവിടെ ഈ കടപ്പുറമുണ്ട്, കണ്ണമ്പറമ്പ് മസ്ജിദുണ്ട്, ഇവിടെ മിഷ്കാൽ പള്ളിയുണ്ട്. മിഷ്കാൽ പള്ളിയിൽ നിൽക്കുമ്പോൾ മിഷ്കാൽ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തളിക്ഷേത്രമുണ്ട്. ഇവിടെ സാമൂതിരി രാജാവിൻ്റെ പൈതൃകമുണ്ട്. ഈ മിഷ്കാൽ പള്ളിയുടെ ഓടളക്കിയ പറങ്കിപ്പടയോട് പ്രതിരോധിച്ചു നിന്നത് സാമൂതിരി രാജാവിൻ്റെ പാരമ്പര്യമാണ് എന്ന സ്നേഹത്തിൻ്റെ കഥയാണ് ഈ കടലോരത്തിന് പറയാനുള്ളത് എന്നത് കോഴിക്കോടിൻ്റെ സവിശേഷതയാണ്. ഇപ്പോൾ യുനെസ്കോയുടെ പട്ടികയിൽ അക്ഷര നഗരമാണ് കോഴിക്കോട്, സാഹിത്യത്തിൻ്റെ നഗരമാണ് കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് വളരുകയാണ്. ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ സിറ്റിയാണ് കോഴിക്കോട്. പക്ഷേ ആ കോഴിക്കോടിൻ്റെ വളർച്ചക്കനുസരിച്ച് ഈ നഗരം മാറിയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ ഈ തെരുവിലൂടെ നടന്നപ്പോൾ, സൗത്തിൻ്റെ തെരുവിലൂടെ നടന്നപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഈ കോഴിക്കോട്ടെ ബീച്ചിൽ ഒരു ദിവസം വരുന്നത് 6000 മുതൽ 10000 വരെയുള്ള സന്ദർശകരാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസം 3 ലക്ഷം സന്ദർശകർ. 3 ലക്ഷം സന്ദർശകർ വരുന്ന ഈ കടപ്പുറത്ത് പ്രാഥമിക കാര്യങ്ങൾക്കൊരു വാഷ്റൂം സംവിധാനമില്ല എന്നത് ഈ നഗരത്തിൻ്റെ ദുഃഖമാണ്, ഈ തീരത്തിൻ്റെ ദുഃഖമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടുത്തെ പുരുഷാരത്തോട്, ഇവിടുത്തെ പൗരാവലിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ സമ്മേളനത്തിന് വരുമ്പോൾ, കുടുംബവുമായി കാറ്റുകൊള്ളാൻ വരുമ്പോൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ സംവിധാനമില്ല എന്നുള്ളത് ഈ നഗരത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ഇവിടുത്തെ കോർപ്പറേഷന്, ഈ നഗരത്തിൻ്റെ ചുമതല വഹിച്ച കഴിഞ്ഞ 5 കൊല്ലം ഇതിനെ പ്രതിനിധാനം ചെയ്ത ജനപ്രതിനിധിക്കും ഉത്തരവാദിത്തമില്ലേ എന്ന ലളിതമായ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ നഗരത്തിൽ 2500 ലോറികൾ വന്നു പോകുന്നുണ്ട്. പക്ഷേ 25 ലോറികൾക്ക് മാത്രം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ലോറി സ്റ്റേഷനാണ് ഈ കോഴിക്കോട് നഗരത്തിലുള്ളത് എന്നത് ഈ കോഴിക്കോടിൻ്റെ ദുഃഖമാണ്. നമുക്ക് ആ ദുഃഖത്തെ തിരുത്തേണ്ടതുണ്ട്. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുന്നത് ഈ നഗരത്തിൻ്റെ നന്മയാണ്, കോഴിക്കോടിൻ്റെ നന്മയാണ്. ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുന്നത് അവർ കേവലം ഓട്ടോ ഡ്രൈവർമാരല്ല, അവർ മനുഷ്യരെ സഹായിക്കുന്നവരാണ്, അവർ ചേർത്തു പിടിക്കുന്നവരാണ്. ഞാൻ ഈ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് എന്നോട് പറഞ്ഞ സങ്കടം, ഞങ്ങൾക്കൊരു വിശ്രമമുറിയില്ല എന്ന ദുഃഖമാണ് അവർ പങ്കുവച്ചത്. അങ്ങനെ ഈ നഗരത്തിൻ്റെ തെരുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ഫ്രാൻസിസ് റോട്ടിൽ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് മുഖദാർ ബീച്ചിലേക്ക് ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പ്രവർത്തനം നടത്തിയ ഡോക്ടർ MK മുനീർ സാഹിബ്, ഈ നഗരത്തിൽ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറ കണ്ട ജനപ്രതിനിധി എന്ന് പറയുന്നത് ഈ നഗരത്തിൻ്റെ മുഴുവൻ വെളിച്ചത്തോടും ഈ നഗരത്തിലെ വഴികളും കടപ്പെട്ടിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയിലേക്കാണ്, ഒരു നേതാവിലേക്കാണ്. ആ നേതാവിൻ്റെ പേര് ഡോക്ടർ MK മുനീർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ്. എനിക്ക് ഈ നഗരത്തിൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം മുനീർ സാഹിബ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം നിശ്ചലമായി നിലകൊള്ളുകയാണ്. ആ നിശ്ചലമായ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഞാൻ ഈ ബീച്ചിലൂടെ നടക്കുമ്പോൾ ഈ ബീച്ച് അവസാനിക്കുന്ന തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് 75 സെന്റുള്ള ഒരു ഭൂമി കാട് പിടിച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് സർക്കാരിൻ്റെ ഭൂമിയാണ്. അവിടെ ഒരു ബോർഡുണ്ട്, തുറമുഖ വകുപ്പ് എന്ന ബോർഡുണ്ട്. ഈ ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് തുറമുഖ വകുപ്പിന്റെ ബംഗ്ലാവുണ്ട്. അത് കാടുകൾ പടർന്ന് പെയിന്റ് അടിക്കാതെ അലസമട്ടിൽ കിടക്കുകയാണ്. ഈ മണ്ഡലം കഴിഞ്ഞ 5 കൊല്ലം 2.5 കൊല്ലം മന്ത്രിയുള്ള മണ്ഡലമായിരുന്നു. ഈ മണ്ഡലത്തിന്റെ അതിർത്തിയുള്ള മണ്ഡലവും മന്ത്രിയുള്ള മണ്ഡലമായിരുന്നു. എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് നഗരം 2 മന്ത്രിമാരുള്ള മണ്ഡലമായിരുന്നു. ഈ നഗരത്തിൽ UDF ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. 2 മന്ത്രിയുള്ള മണ്ഡലത്തിന് എന്തു കിട്ടി എന്ന ചോദ്യം വരും നാളുകളിൽ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് ജനങ്ങൾ കൊടുക്കുന്ന ഉത്തരം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ഏണിച്ചിഹ്നത്തിൽ മനസ്സ് തൊട്ട് വോട്ട് ചെയ്യുക എന്ന ഉത്തരമായിരിക്കും ഇവിടുത്തെ പൊതുജനങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. ഈ നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റിന്റെ ഒരു കോളേജാണ്.
ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ആ സ്ഥാപനം സ്ഥാപിച്ചത് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന നമ്മുടെ നേതാവാണ്. ആ സ്ഥാപനം മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലം, കഴിഞ്ഞ 10 വർഷം വിദ്യാഭ്യാസത്തിനൊരു മന്ത്രിക്കപ്പുറം ഉന്നത വിദ്യാഭ്യാസത്തിനൊരു എക്സ്ട്രാ മന്ത്രിയും ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ നഗരത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ന്യൂ ജനറേഷൻ കോഴ്സ് വന്നിട്ടില്ല. ബയോടെക്നോളജിയും മൈക്രോബയോളജിയും ബയോ ഇൻഫർമാറ്റിക്സ് അടക്കമുള്ള പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ കോഴ്സുകൾ ജീവിക്കുന്ന പുതിയ തലമുറ, എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ, ലീഗുകാരെ, കോൺഗ്രസുകാരെ, UDF-കാരെ, പോലീസുകാരെ, ഉദ്യോഗസ്ഥരെ എന്നതിനപ്പുറം രക്ഷിതാക്കളെ എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. നമ്മുടെ പാർട്ടിക്കപ്പുറം, നമ്മുടെ ജോലിക്കപ്പുറം വീടുകളിലേക്ക് തിരിച്ചു പോയാൽ നമ്മളൊരു പാരന്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കുന്ന അച്ഛനാണ്, അമ്മയാണ്, വാപ്പയാണ്, ഉമ്മയാണ്. നിങ്ങൾക്കറിയുമോ ഒരു കണക്ക്? കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ നിന്ന് ഈ നാട് വിട്ട് പറന്നുപോയത് 2.5 ലക്ഷം മക്കളാണ്. 2.5 ലക്ഷം മക്കൾ. അവരുടെ പ്രായം എത്രയാണെന്നറിയോ നിങ്ങൾ? 17 വയസ്സാണ്. +2 കഴിഞ്ഞ കുട്ടിക്ക് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ്. 10 വർഷം പിണറായി വിജയന്റെ ഭരണത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഈ നാട് അവശേഷിപ്പിക്കുന്ന ദയനീയമായ ചിത്രം. നമുക്ക് ആ മക്കളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ എന്തിനാണ് കോണിക്ക് വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഏണിക്കും കൈപ്പത്തിക്കും നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കാനാണ്. നമ്മുടെ മക്കൾക്കുള്ള അവസരങ്ങൾ നമുക്ക് തിരികെ ലഭിക്കാനാണ്. നമുക്ക് ഈ നാടിനെ UDF-ന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ കോഴിക്കോട്ടെ പാളയത്തെ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോകും. ഞാൻ ഇന്നലെ പോയപ്പോ അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ മീൻ കൈകാര്യം ചെയ്യുന്നത് ഓടയുടെ അരികിലിരുന്നിട്ടാണ്. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഷവർമ കട നടത്തുന്നവനും ജ്യൂസ് കട നടത്തുന്നതിന്റെയും കടയിൽ ചെന്ന് നിങ്ങൾ അവരുടെ കഴുത്തിന് പിടിച്ച് ആരോഗ്യ വകുപ്പിന്റെ തിണ്ണമെടുക്ക് കാണിക്കുമ്പോ കോഴിക്കോട്ടെ നഗരത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ പാളയത്തെ സെൻട്രൽ മാർക്കറ്റിലെ മത്സ്യ മാർക്കറ്റിലെ അഴുകിയൊലിക്കുന്ന ജലത്തിലെ വൈറസുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കന്മാരെ എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച ചോദ്യമാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ ഭൂപടത്തെ മാറ്റിവരക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഈ നഗരത്തിലേക്ക് മനുഷ്യർ കടന്നു വരട്ടെ. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ഫോൾസ് ഉള്ള, ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആതുരാലയം ഈ നഗരത്തിലാണ്. പക്ഷേ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാം എന്ന് പറഞ്ഞ് 10 വർഷമായിട്ടും നിങ്ങൾ അതിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഈ നഗരത്തിന്റെ സങ്കടമാണ്. ആ സങ്കടത്തെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോ ഈ നിയോജക മണ്ഡലത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലമില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കോഴിക്കോട്ടെ സ്റ്റേഡിയം അടഞ്ഞു കിടക്കുകയാണ്. ഈ നഗരം എത്ര കാൽപന്ത് കളിക്കാരെയാണ് ഈ നാടിന് ദാനം ചെയ്തത്. കഴിഞ്ഞ 10 കൊല്ലം ഫുട്ബോൾ കളിയുടെ ജനറേഷന് നിശ്ചലാവസ്ഥ വന്നിരിക്കുന്നു. കാര്യം, കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ കളിക്കളങ്ങളില്ല എന്നുള്ളത് അവരുടെ ദുഃഖമാണ്. അങ്ങനെ ഈ സൗത്ത് നഗരത്തിന്റെ സങ്കടത്തെ, ഈ നഗരത്തിന്റെ പോരായ്മകളെ നമ്മൾ എണ്ണിയെടുത്താൽ നമുക്കിങ്ങനെ വരച്ചു കാണിക്കാൻ സാധിക്കും. ഞങ്ങൾ ഈ പരാതികൾ പറയുന്നവരല്ല, ഞങ്ങൾ ഇതിന് പരിഹാരം കാണുന്നവരാണ്. ആ പരിഹാരം കാണുന്നവരെന്ന നിലയിൽ ഈ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ MK മുനീർ സാഹിബ് തുടങ്ങി വെച്ച പദ്ധതികൾക്ക് പൂർത്തീകരണം കൊടുത്ത് ആ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കുതിരവട്ടത്തെ മാനസികാരോഗ്യ ആശുപത്രി 100 ഏക്കർ സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മാനസിക ഇല്ലാത്ത ആളുകൾക്കും മാനസിക രോഗം വരുന്ന മട്ടിലാണ്. ഒരു ടോർച്ചറിങ് സെന്ററാണത്. ആധുനിക സൈക്കോളജിയുടെ ടൂൾസ് ഉപയോഗിച്ച് ഈ മാനസിക കേന്ദ്രങ്ങളെ മനുഷ്യരുടെ സന്തോഷത്തിന്റെ ഉല്ലാസ കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ UDF-ന്റെ പ്രതിനിധിയെ ജയിപ്പിച്ചാൽ ഈ നഗരത്തെ സാക്ഷി, ഈ സായാഹ്നത്തെ സാക്ഷി, ഈ കുതിരവട്ടത്തെ മാനസികാരോഗ്യ ആശുപത്രിയെ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്ന പദ്ധതി ഐക്യജനാധിപത്യ മുന്നണി പൂർത്തീകരിക്കുമെന്നാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സൗത്തിലെ ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വാക്ക് കൊടുക്കാനുള്ളത്. തളിക്ഷേത്രത്തിന്റെ മണ്ണാണിത്, സാമൂതിരി രാജാവിന്റെ മണ്ണാണിത്. ഇവിടെ ധാരാളം പൈതൃക സമ്പത്തുണ്ട്. ആ പൈതൃക സമ്പത്തുകളെ നമുക്ക് സംരക്ഷിക്കണം. ഞാൻ ഈ യോഗത്തിലേക്ക് ഇപ്പോൾ വരുന്നത് തിരുവണ്ണൂരിലെ പൈതൃക ഭൂമിയിൽ നിന്നാണ്, തിരുവണ്ണൂർ ചിറയിൽ നിന്നാണ്. ആ തിരുവണ്ണൂർ ചിറ പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്നുള്ളത് അവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യമാണ്.
സൗത്ത് മണ്ഡലത്തിലെ പൈതൃക സമ്പത്തിനെ സംരക്ഷിക്കുമെന്നാണ് ഈ കോഴിക്കോട് സിറ്റിക്ക് നമുക്ക് കൊടുക്കാനുള്ള ഉറപ്പ്.